ഹായ് നമസ്കാരം, ഞാൻ രാകേഷം ജി. അപ്പം നമ്മൾ ഇന്നിപ്പോൾ സംസാരിക്കാൻ പോകുന്നൊരു ചെറിയ അൺബോക്സിങ്ങിനെ കുറിച്ചാണ്. അതായത് പഴയ കാലത്തെ ഒരു രാജാവ് എന്ന് പറഞ്ഞാൽ വെറും രാജാവല്ല, ഒരു വലിയ രാജാവ് തിരിച്ചു വരികയാണ് ഇപ്പം. അതായത് തിരിച്ചു വരവെന്ന് പറയുമ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കണ്ടു കാണുമായിരിക്കും. നമ്മുടെ സ്വന്തം നോക്കിയ എന്ന് പറയുമ്പോൾ പഴയ ഗൾഫുകാർക്കൊക്കെ കുറേ കൂടെ ഒരു ഇത് കാണുമായിരിക്കും. അതായത് പഴയ നോക്കിയ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കൊരു ഹരമായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതും എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്ന ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോക്കിയ ആയിരുന്നു. മോട്ടറോള കഴിഞ്ഞതിന് ശേഷം തൊട്ട് വരുന്ന നോക്കിയ ആയിരുന്നു. അപ്പോൾ നമ്മുടെ നോക്കിയെക്കുറിച്ചാണ് ഇന്നിപ്പോൾ നമ്മളൊരു അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Tech Explore. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നോക്കിയയുടെ G20 എന്ന് പറയുന്ന മോഡൽ. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും. ഈ ഒരു മോഡലിൻ്റെ, അതായത് G20 എന്ന് പറയുന്ന മോഡൽ നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒരു ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, എൻ്റെ ഫാദറിന് വേണ്ടി മേടിച്ചൊരു ഫോണാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമ്മളേതായാലും നോക്കിയയിലോട്ട് ഞാൻ ഉടനെ കയറാനുള്ള പ്ലാനില്ല, സോണിയിൽ തന്നെ നിൽക്കുകയാണ്. സോണിയിൽ നിന്ന് മാറാനൊരു മനസ്സ് വരുന്നില്ല, അതുകൊണ്ടാണ്. ഏതായാലും വെച്ച് നീട്ടുന്നില്ല, ജസ്റ്റ് ഞാനൊരു സ്പെക്കും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ആസ് യൂഷ്വൽ നമ്മൾ പറയുന്ന പോലെ ക്യാമറ 4 ക്യാമറയാണ് വരുന്നത്. ഇപ്പോൾ ഉള്ള എല്ലാം 3-4 ക്യാമറ വെച്ച് വരുന്നുള്ളതുകൊണ്ട് 4 ക്യാമറ വരുന്നുണ്ട്. 3 ദിവസം ബാറ്ററി ബാക്കപ്പ് അവർ പറയുന്നുണ്ട്. പിന്നെ ലാർജ് ഡിസ്പ്ലേ ആണ്, 6.5 പറയുന്നുണ്ട്. പിന്നെ സൈഡാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് വരുന്നത്. ഗൂഗിൾ അസിസ്റ്റ് ഉണ്ട്. മതി, ഇനി നമുക്ക് അധികം സംസാരിച്ച് സമയം കളയണ്ട, ജസ്റ്റ് പെട്ടെന്ന് പൊട്ടിച്ചങ്ങ് പോവാം. കടയിൽ നിന്ന് മേടിച്ചപ്പോൾ തന്നെ പൊട്ടിക്കാതെ തരണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനിത് എടുത്തത് നമ്മുടെ ഇവിടെ നിന്നാണ്, നമ്മുടെ മൈജിയിൽ നിന്നാണ് എടുത്തത്. അപ്പം ചില സ്ഥലങ്ങളിൽ നല്ല ബിഹേവിയേഴ്സാണ് കേട്ടോ, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ചില കടയിൽ പോകുന്ന സമയത്ത് ഇപ്പം മൈജിയൊക്കെ ആണെങ്കിൽ തന്നെ എനിക്ക് അത് അവരുടെ ഡീലിങ്സ് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ ഞാൻ പറയും ഓപ്പണായിട്ട്. അപ്പം നമ്മുടെ സെറ്റ് നമ്മൾ തുറന്നിരിക്കുകയാണ്, എല്ലാവർക്കും കാണാൻ സാധിക്കും. പിന്നെ പതുക്കെ ഞാനിങ്ങനെ എടുക്കുക. ഓക്കെ, നമ്മുടെ സ്വന്തം കളറ് എടാൻ. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ രാജാവ് ഇറങ്ങി വന്നിരിക്കുകയാണ്, നമ്മുടെ സ്വന്തം നോക്കിയ. എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുമല്ലോ. നമുക്ക് ഇവനെ തൽക്കാലം ഒന്ന് സൈഡിൽ വെക്കാം. ഈ ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കട്ടെ. ഇപ്പോഴത്തെ ഏതായാലും വലിയ ഫോണുകൾക്കൊന്നും ചാർജറില്ല. ഇത് പിന്നെ വലിയ ഫോണില്ലാത്ത കുഞ്ഞ് ഫോണായതുകൊണ്ട് ഇതിനകത്ത് ചാർജറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു കവർ നമ്മളൊന്ന് മാറ്റുകയാണ്. ഇതിനകത്ത് ആസ് യൂഷ്വൽ ഓക്കെ, കേസ് വരുന്നുണ്ട്. ഇതിൻ്റെ റബ്ബർ കേസ്, കുറച്ച് സ്റ്റാർട്ടപ്സ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു കേസും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. നല്ല കാര്യമാണ്, കാരണം ഇതിനു വേണ്ടി പിന്നെ ഓടി നടക്കണ്ട. സ്ക്രീൻ ഗാർഡ് അതിൽ ഒട്ടിച്ചാണ് വരുന്നതെന്ന് അവർ പറയുന്നുണ്ട്. ഉണ്ട്, ശരിയാണ്. പക്ഷേ ഇതിൻ്റെ എനിക്ക് ഈ സ്ക്രീൻ ഒട്ടിച്ച് വലിയ സുമാറായിട്ട് തോന്നുന്നില്ല. ഉള്ളത് ഓപ്പണായിട്ട് ഞാൻ പറയാം. കാരണം അതിൻ്റെ ഒരു ഒന്നെങ്കിൽ ഫുള്ളായിട്ട് ഒട്ടിക്കണമായിരുന്നു. ഒരു ചെറിയൊരു പോർഷൻ കുറവ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. യെസ്, എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, നമ്മുടെ നോക്കിയയുടെ ചാർജർ. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം നോക്കിയയുടെ ചാർജർ ഞാൻ കാണുകയാണ്. എല്ലാവർക്കും കാണാം. കാരണം പണ്ട് തുടക്ക കാലഘട്ടത്തിൽ നമ്മുടെ നോക്കിയയുടെ കീപാഡുള്ള ഫോണൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള 1100 അങ്ങനെ കണ്ടാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അതൊക്കെ ഒത്തിരി നാൾ യൂസ് ചെയ്തിട്ടുള്ള, അതൊക്കെ ശരിക്കും ഭയങ്കര ഇതായിരുന്നു. പിന്നെ അതിന് ശേഷം അവരുടെ തന്നെ നെറ്റൊക്കെ ഉള്ള, അതായത് നമ്മുടെ എഡ്ജ് നെറ്റ് വന്ന സമയത്തുള്ള ആദ്യ മോഡൽ ഫോൺ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇതായിരുന്നു. നമ്മുടെ കരിമീൻ സെറ്റ് കാര്യങ്ങളൊക്കെ 6600 എന്ന് പറഞ്ഞ മോഡൽ, അതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അന്നത്തെ ഒരു കാലം ഇന്നിപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ N സീരീസ് ഒക്കെ ഇറങ്ങിയ സമയത്ത് എല്ലാവർക്കും അറിയാമായിരിക്കും, N70 അങ്ങനെയൊക്കെ വന്നപ്പോൾ അതൊക്കെ അന്നത്തെ വലിയ രാജാക്കന്മാരായിരുന്നു. പക്ഷേ അവർ കാലത്തിന് ഒത്ത് മാറാൻ ശ്രമിച്ചില്ല. അതാണ് ഏറ്റവും പറ്റിപ്പോയത്, നോക്കിയ കിട്ടിയൊരു അടി. അപ്പോൾ അത് നമ്മളെടുത്ത് വെച്ചു. ഇനി വേറെ എന്നാ ബോക്സിലുള്ളത് നോക്കാം. അതിൻ്റെ ഡാറ്റ കേബിളുണ്ട്. ഈ 2 സെക്ഷൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഇനി വേറെ ഒന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. യെസ്, വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ബോക്സ് നമ്മൾ മാറ്റി, ഇതിനകത്ത് ഒന്നുമില്ല. കവർ ഞാൻ എടുത്തു. ഓക്കെ, ഇതിനകത്ത് രണ്ട് ഇവിടെ പിന്നുണ്ടെന്നുള്ള ജസ്റ്റ് അവർ കാണിച്ചിട്ടുണ്ട്. ആ പിന്നെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് എടുക്കാം. ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ പുറമേ ഉള്ള രീതികൾ നമുക്ക് നോക്കാം. ഫ്രണ്ടിൽ ആകെപ്പാട് അവരുടെ ബ്രാൻഡ് നെയിമിങ് മാത്രം കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ കാണാൻ സാധിക്കുമായിരിക്കും, ബ്രാൻഡ് നെയിമിങ് വന്നിട്ടുണ്ട്. പിന്നെ ഒക്കെ എന്നുള്ള ബ്രാൻഡിങ് അല്ലാതെ തന്നെ ഇൻ ഡിസ്പ്ലേ പഞ്ച് ചെയ്തിരിക്കുന്ന ടൈപ്പ് ഫ്രണ്ട് ക്യാമോ അവൈലബിൾ ആണ്. പിന്നെ ഒരു സ്പീക്കർ മാത്രം മേളിൽ കാണാം, മൈക്ക് താഴെയാണ് വരുന്നത്. സൈഡിൽ വരുന്ന സമയത്ത് ഒരു പവർ ബട്ടൺ വിത്ത് ഫിംഗർ പ്രിൻ്റാണ്. നമ്മളിപ്പോൾ നോക്കിയായിരുന്നു, അതിനകത്ത് ഫിംഗർ പ്രിൻ്റ് സൈഡ് മൗണ്ട് തന്നെയാണ് വരുന്നത്. പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ വരുന്നുണ്ട്. ഈ സൈഡിൽ ഒരു ബട്ടൺ വരുന്നുണ്ട്. ഗൂഗിൾ അസിസ്റ്റ് ബട്ടൺ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഗൂഗിൾ അസിസ്റ്റ് ബട്ടൺ തന്നെയാണ് സിമ്മ് ഇജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പോർഷനേ ഉള്ളൂ. അപ്പോൾ സിമ്മും പ്ലസ് മെമ്മറി കാർഡും നമുക്ക് യൂസ് ചെയ്യുന്ന ഈ സൈഡിൽ തന്നെയാണ്. ഈ മോഡൽ ഞാൻ എടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 64 GB ഇൻറ്റേർണൽ മെമ്മറി വരുന്ന ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. 64 GB ഇൻറ്റേർണലും പിന്നെ 4 GB റാമുമാണ് വരുന്നത്. ഇതിൻ്റെ ഡാർക്ക് ബ്ലൂ എന്നുള്ള കളർ, അതായത് നൈറ്റ് ഡാർക്ക് ബ്ലൂ എന്നുള്ള കളറാണ്
കൊടുത്തിരിക്കുന്നത്. 2 കളേഴ്സാണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു വൈറ്റിഷ് കളറും ഉണ്ട്, പിന്നെ ഈ ഒരു മോഡലുമാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള. 4 ക്യാമറയുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒന്ന് 48 മെഗാ പിക്സൽ, 5 മെഗാ പിക്സൽ, 2 മെഗാ പിക്സൽ, 2 മെഗാ പിക്സൽ. ഇതിൽ 48 വൈഡാണ് വരുന്നത്. 5 മെഗാ പിക്സൽ അൾട്രാ വൈഡും 2 മെഗാ പിക്സൽ മൈക്രോ ആണ് വരുന്നത്. 2 മെഗാ പിക്സൽ ഡെപ്തും ആണ് വരുന്നത്. ഇത്രയാണ് ഇതിൻ്റെ ക്യാമറ സ്പെക്ക് വരുന്നത്. ബാക്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, നോക്കിയ എന്നുള്ള ബ്രാൻഡിങ്. അത് കാണാൻ നല്ല അടിപൊളിയാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാൻ, വലിച്ച് നീട്ടുന്നില്ല. നമ്മുടെ പഴയ നോക്കിയയുടെ ആ കൈ വരും എന്ന് ഞാനൊരു വിശ്വാസം എനിക്കുണ്ട്. യെസ്, ഓണായി, വൈബ്രേറ്റായി. ആൻഡ്രോയിഡ് 1 എന്ന് എഴുതി കാണിക്കുന്നുണ്ട്, എല്ലാവർക്കും കാണാം. ഇപ്പം നോക്കിയ പഴയ ഇതൊക്കെ വിട്ട് ആൻഡ്രോയിഡിലോട്ട് വന്നു. എത്രത്തോളം ആയെന്നുള്ളത് നമുക്ക് കൺഫേം അറിയത്തില്ല. ഫസ്റ്റ് ലോഡിങ് ആയതുകൊണ്ടായിരിക്കും ഈ ടൈം എടുക്കുന്നത്. പിന്നെ ഞാൻ മിക്ക എൻ്റെ വീഡിയോസിലും ഞാൻ ഇതുപോലെ അപ്ഡേഷൻസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലുമൊക്കെ അൺബോക്സിങ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നോക്കിയ പഴയ കൈയില്ല, ഇപ്പം നോക്കിയ എന്നുള്ള ഇത് ബ്രാൻഡിങ് മാത്രമേ അവർ കാണിക്കുന്നുള്ളൂ. പണ്ടത്തെ എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും, 2 കൈ തമ്മിൽ പിടിക്കുന്ന ഒരു ഇതായിരുന്നു പണ്ടത്തെ കാലത്തൊക്കെ ഫസ്റ്റ് ടൈം ഇതിൻ്റെ ഓൺ ചെയ്യുമ്പോൾ വരുന്നത്. അപ്പം ഇംഗ്ലീഷ് തന്നെയാണ്. ലെറ്റ്സ് ഗോ. കണക്ട് ടു എ മൊബൈൽ നെറ്റ്വർക്ക്, സ്കിപ്പ്. ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. വൈഫൈ സെറ്റ് ആസ് ഓഫ്ലൈൻ, കണ്ടിന്യൂ. ഞാനിപ്പോൾ കണക്ട് ചെയ്യുന്നില്ല, ഒന്ന് ഓപ്പണായി വരുന്നേ ഉള്ളൂ. ഡേറ്റ് ആൻഡ് ടൈം, നെക്സ്റ്റ്. എല്ലാം പിന്നെ ഞാൻ കൊടുത്തോളാം. അക്സെപ്റ്റ്. ഫിംഗർ പ്രിൻറ്റ് നമുക്കിപ്പോൾ കൊടുക്കാം, അത് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. ലെറ്റ്സ് ഓക്കെ. ജസ്റ്റ് ഒരു പാസ്വേഡ് കൊടുത്തു, അവർ സമ്മതിക്കുന്നില്ല. 4. യെസ്. ഫസ്റ്റ് നമ്മുടെ ഫോണിനകത്ത് നമ്മുടെ ഒരു ഫോട്ടോ വെച്ച്, കാരണം എന്തെങ്കിലും പിന്നീട് മുമ്പോട്ട് എന്തെങ്കിലും അൺലോക്ക് ചെയ്യാനോ അങ്ങനെയൊക്കെ ഉള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് അവരത് കൊടുത്തിരിക്കുന്നത്. കണ്ടിന്യൂ. ഓക്കെ, ലെറ്റ്സ് ഗോ. സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പേജ്. എല്ലാവർക്കും ഇപ്പോൾ കാണാൻ സാധിക്കുമായിരിക്കും അതിൻ്റെ ഫ്രണ്ട് പേജ്. ഇതിനകത്ത് അധികം ആപ്ലിക്കേഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ തന്നെ ഓരോന്നും, അതായത് നെറ്റ്ഫ്ലിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. എന്നാൽ സാംസങ് ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇത് വരുന്നുണ്ട്. എന്നാൽ ഈ മോഡൽസിനൊന്നും അത് വരുന്നില്ല. അപ്പം നമ്മളത് ഓരോന്നായിട്ട് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതായത് പ്ലേ സ്റ്റോറിൽ ചെന്ന് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ആസിറ്റീസ്. പിന്നെ ഗൂഗിളിൻ്റെ അസിസ്റ്റ് മാത്രമേ ഇപ്പം നിലവിൽ ഇതിനകത്തുള്ളൂ. പിന്നെ ക്യാമറ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ ക്യാമറ എടുത്തു. ഫ്രണ്ട് ക്യാം എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ മുഖം കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും കാണാൻ സാധിക്കും എങ്ങനെയുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഏതായാലും ഇത് വെച്ച് കുറച്ച് ദിവസം ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ. അതായത് യൂസ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് അതിൻ്റെ റിവ്യൂ കറക്റ്റായിട്ടുള്ളതും കൂടി ഞാനൊരു റിവ്യൂ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് നമുക്ക് ഹെഡ്ഫോൺ കിട്ടുന്നില്ല. ഈ പറഞ്ഞ ബാക്കിയുള്ള ആക്സറീസ് ഇപ്പോൾ ചാർജർ പോലും ഇല്ലാത്ത മോഡൽസൊക്കെയാണ് വരുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് വലിയ കുഴപ്പമില്ല. ചാർജറും ഡാറ്റ കേബിളും അവൈലബിൾ ആണ്. ഹെഡ്ഫോൺസ് ഇതിനകത്ത് നമുക്ക് വരുന്നില്ല. നമുക്ക് ഇതിൻ്റെ സിം ഇജക്ടർ കൊണ്ട് ജസ്റ്റ് ഇതൊന്ന് ഈ ഒരു ഭാഗം കൂടെ ഒന്ന് അഴിച്ച് നോക്കിയേക്കാം. അതായത് ഡ്യുവൽ സിം ആണ്. അതിൻ്റെ മെമ്മറി കാർഡും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറിയാൻ സാധിക്കും. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു സാംസങ്ങിൻ്റെ ഒരു റിവ്യൂ നടത്തിയപ്പം പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയാതെ ടച്ച് ആയാൽ പോലും ഇത് ഓൺ ആകുന്നുണ്ട്, കണ്ടോ. അപ്പം ചുമ്മാ ഒന്ന് ടച്ച് ചെയ്താൽ പോലും അത് പെട്ടെന്ന് നമുക്കറിയാൻ സാധിക്കും. ഓക്കെ, മെമ്മറി കാർഡ് ഡ്യുവൽ സിം എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ മെമ്മറി കാർഡും ഡ്യുവൽ സിമ്മും ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ബാറ്ററി വരുന്ന 5050 mAh ആണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. അത്യാവശ്യം 3 days ആണ് ബാക്കപ്പ് പറയുന്നത്. ഞാൻ കാണിച്ചായിരുന്നു ആദ്യം തന്നെ അതിനകത്ത് പറയുന്ന പോലെ 3 days ബാക്കപ്പ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 10 wattsേ ഉള്ളൂ. ഫാസ്റ്റ് ചാർജർ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ നോർമലിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഫാസ്റ്റ് ചാർജർ തന്നെയാണ് വരുന്നത്. സി ടൈപ്പ് തന്നെയാണ് ഇതിൻ്റെ പോർട്ട് വരുന്നത്, എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ 3.5യുടെ ജാക്ക് ഉണ്ട്. 2 മൈക്കും അവൈലബിൾ ആണ്. അതായത് നോയ്സ് ക്യാൻസലേഷനും ഇതിനകത്ത് നടക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ ഒരു കമ്പനി പറയുന്നത്. നോയ്സ് ക്യാൻസലേഷനും അവൈലബിൾ ആണ്. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം ഡിസ്പ്ലേ വൈസ് വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ, കാരണം ആ ഒരു ബഡ്ജറ്റിൽ കുഴപ്പമില്ല. ഒരു 20 മേലോട്ട് പോകുമ്പോൾ മാത്രമുള്ള LED ആയിട്ട് നമുക്ക് വരുന്നുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി ഓക്കെയാണ്. ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം ആ വലിയ പ്രശ്നം തോന്നിയിട്ടില്ല. ഇനിയിപ്പം നോക്കട്ടെ, ഏതായാലും മുമ്പോട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പറയാം. അപ്പം ലോക്ക് ബട്ടൺ, ഇപ്പം ഈ പറഞ്ഞ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ യെസ്, കറക്റ്റ് നമ്മൾ പറഞ്ഞത് തന്നെയായിരുന്നു. ഗൂഗിളിൻ്റെ തന്നെ സൈൻ ഇൻ ചെയ്താലേ പറ്റത്തുള്ളൂ. അത് നമുക്ക് ആദ്യം സൈൻ ഇൻ ചെയ്യാം. എല്ലാം അഫോർഡബിൾ റേഞ്ചാണ് ഞാൻ നോക്കിയെടുത്തോളം. ഇതിൻ്റെ പാക്കറ്റിൽ വന്നിരിക്കുന്ന പ്രൈസ് വന്നിരിക്കുന്നത് 14,999 ആണ്. പക്ഷേ 13,500 കിട്ടും. 13,500 നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. ഇന്ന് എല്ലാവർക്കും ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യാനുള്ളൊരു ഇത് കൊണ്ട് തന്നെ
ആ ഒരു റേഞ്ചിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു ബെസ്റ്റ് ഫോണാണെന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും. കാരണം വലിയ നഷ്ടം വരുന്നില്ല എന്ന് തന്നെ ഉറപ്പ് പറയാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയിട്ട് അത്യാവശ്യം നല്ല ഫോണാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. യൂസ് ചെയ്താൽ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരു യൂസേജും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെക്കുറിച്ചൊരു റിവ്യൂ ചെയ്യുന്നതായിരിക്കും, ഒരു 2 months ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പം എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.